30 വർഷമായിട്ട് തലമുടി വെട്ടാതെ ഒരു മുടി ജടയായി, പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ജടയായി 30 വർഷമായിട്ട് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന രാമേട്ടനാണ് നമ്മുടെ ഇന്നത്തെ താരം. രാമേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം. ആരും കാണുന്നില്ലല്ലോ. ആ, നമ്മുടെ രാമേട്ടൻ്റെ വീട് എവിടെയാ? ഏതാ ആ കാണുന്നയാ? ആ ആ ആ ഇത് അയൽവാസിയാണോ? ആ, അനിയത്തിയാ? ആ, പുള്ളിക്കാരൻ്റെ അനിയൻ്റെ ഭാര്യ. ആ, പെങ്ങളാ? ആ ആ അപ്പോൾ പെങ്ങളോട് തന്നെയാണ് വന്ന് വീട്. രാമേട്ടനുണ്ടോ അവിടെ? നല്ല വെയിൽ. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? അമ്പൂത്തി നുഞ്ചൻ കോളനി ഇല്ലേ? നുഞ്ചൻ കോളനി രാമേട്ടൻ്റെ വീട്ടിലാണ്. ഇതാണ് നമ്മുടെ രാമേട്ടൻ്റെ വീട്. രാമേട്ടൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് രാമേട്ടൻ തന്നെ കാട്ടിത്തരും. തലമുടി വെട്ടിയിട്ട് എത്ര വർഷമായി? 30 വർഷമായിട്ട് തലമുടി വെട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ വയനാട്ടിൽ ഇവിടെ മുട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അമ്പൂത്തി എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരാളുള്ളത് നമുക്കറിയില്ല. അപ്പോൾ മുടി ഒന്ന് അഴിച്ചിടാവോ? ഇതാണ് രാമേട്ടൻ്റെ മുടി. ഇത് നോക്ക്, എത്ര വർഷമാണ്? 30 വർഷമായിട്ട് തലമുടി ഇതായിട്ടില്ല. ഇതിങ്ങനെ ജടയായതാണോ അതോ പിന്നിട്ടിരിക്കുന്നതാണോ? ജടയാ. ചിലവരൊക്കെ ഇപ്പൊ ചോദിക്കണ്ട് വല്ല മരുന്നും തേക്കണ്ടോ ഇങ്ങനെ ആകാൻ. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് തന്നെ ആയത് നമ്മളെ പാരമ്പര്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഓരോന്നും ഉണ്ടാവും. പെണ്ണന്മാർക്കും ഇത് ജന്മനാ ഉള്ള മുടിയാണ്. പിന്നെ വന്നതാ. അല്ല, ജന്മനാന്ന് 30 അല്ലല്ലോ അല്ലേ? പിന്നെ എനിക്ക് തെറ്റിപ്പോയതാണ്. ഒരു ഇച്ചിരി അറിവൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ രാമേട്ടൻ തലമുടി വെട്ടിയിട്ടില്ല അല്ലേ? ശബരിമലയ്ക്ക് പോകും കൊല്ലും. ഇവിടുന്ന് നടന്നു പോയിട്ട് ശബരിമല 18, 19, 2 വർഷം. ഇത് ശരിക്കും കഴുകിയൊക്കെ വൃത്തിക്ക് സുഷിക്കുന്ന എങ്ങനെയാ? എപ്പോഴൊന്നും കഴിക്കില്ല, കൂടുമ്പോഴേ കഴുകുള്ളൂ. പൊഴിഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല, പൊട്ടിപ്പോകും. അത്രോ നീളം ഉണ്ടായിരുന്നാണ്, അതിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടിപ്പോയതല്ലേ? മുടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിക്കുമ്പോൾ നോക്കിക്കോ, കാർകൂന്തൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, അതും എന്നാ ഉള്ളാന്ന് നോക്കിക്കേ. ഉള്ള എണ്ണയും ഉള്ള താളിയും ഉള്ള ഇതും മുഴുവൻ വാരി പൊത്തിയിട്ടു. കണ്ടോട്ടോ, എല്ലാവരും കാണണേ, എവിടം വരെയാണ് ഈ മുടി കിടക്കുന്നത്. ഒരു പുരുഷനാണ്. 30 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ 51 വർഷം മുടി ഇങ്ങനെ ഇതാക്കിയിട്ടും ഇപ്പോഴും കോഴിവാല് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 30 വർഷം ഈ ഒരു മനുഷ്യനെ നമ്മൾ സമ്മതിക്കണ്ടേ? പുള്ളിക്കാരന് തലയെണ്ണേൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഇത് വട്ടം കെട്ടി വെച്ചിട്ട് ഉറങ്ങുമ്പോൾ അതാണ് തലയെണ്ണയായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. കണ്ടോ, കണ്ട് കൊതിക്കണം നമ്മളിങ്ങനത്തെ മുടിയൊക്കെ അല്ലേ? ഇതിങ്ങനെ തന്നെ ജടയായതാണ്. പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആശ്രമത്തിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഭജന ഇരുന്ന് ആശ്രമ ജീവിതമൊക്കെ നയിക്കുന്ന ഒരാളാണ്. അപ്പം അതങ്ങനെ ജടയാക്കി അത് തന്നെ ജടയായി വന്ന് അതിലെന്തേലുമൊക്കെ ഒരു ഇതുണ്ടായിരിക്കാം അല്ലേ? നമ്മളിപ്പോൾ വരുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൽ കൂടെയൊക്കെ അതൊക്കെ നമ്മൾ പുറത്തേക്ക് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരൂലേ? പക്ഷെ എന്തോ ഒരു ഇത് രാമേട്ടനിലുണ്ട്. ഇത് കന്യാകുമാരി, ഇത് കണ്ടില്ലേ? ഇത് തിരുവനന്തപുരം. ഇത് പിന്നെ ഒട്ടിച്ചതാ. ഇത് തിരുവനന്തപുരം തെന്മല ഡാം പോയിട്ടുണ്ട്. അതെയോ? ഇതാരാ? ഇത് തിരുവനന്തപുരം ഇവിടുന്ന് കൊണ്ടുപോയ പെണ്ണ. കുട്ടികള് കല്യാണം ഇല്ലേ? കല്യാണം കഴിച്ചു. അതെയോ? അവരിട്ട് പോയതാണോ രാമേട്ടൻ ഉപേക്ഷിച്ചാണോ? അവര് പോയി. അതെയോ? എത്ര വർഷമായി? 40 വർഷം. വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? ഇപ്പം ശരിക്കും രാമേട്ടൻ ഈ ആത്മീയത ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതാണ് ഇഷ്ടം. ഇപ്പം
അതിന്റെ ഭാഗമായിട്ടാണോ ഈ മുടിയൊക്കെ ജട അതിന്റെ ഭാഗമായിട്ടാ മുടി ജട ഇതിപ്പോ തന്നെ ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഈരി കെട്ടാതെ അങ്ങനെ ജട ആയതാണോ അതോ ഇതെന്തേലും ഒരു പ്രത്യേകമായിട്ട് ഇത് ആശ്രമത്തിൽ ഒന്നും ഉണ്ടായില്ല. ഒരെണ്ണം ഉണ്ടായി അവിടെ പോയി ഇങ്ങനെ പോയി നിൽക്കണ്ടായിരുന്നു. നമുക്ക് മൈക്കില്ല ഇച്ചിരി ഒച്ചത്തിൽ പറയോ കുറച്ച് ദിവസേ ഇച്ചിരി അടുത്തേക്ക് ആശ്രമത്തിൽ നിന്ന് ഒരെണ്ണം ഒരു ജട ആശ്രമത്തിൽ നിന്ന് കണ്ടു അങ്ങനെ വന്നതാ. അങ്ങനെ പിന്നെ കൂടി പിന്നെ ഇവിടെ എത്തുമ്പോൾ നിറഞ്ഞു. അതല്ല ആശ്രമത്തിൽ നിന്ന് വന്നിട്ട് ഇനി മുടി വെട്ടാതിരുന്ന് അങ്ങനെ ആയതാണോ അത് അവിടെ നിന്ന് വന്നപ്പോ ഒരെണ്ണം ജട ആദ്യം ഞാൻ വെട്ടിയതാ. ആദ്യം വെട്ടിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി. തലയിൽ എന്താ വാരം കെട്ടി വെക്കണ പോലെ. എന്നിട്ട് ഞാൻ ഇവിടെ സ്വാമിജിന്റെ അടുത്ത് പോയി കല്ലൂര്. അയാള് എന്തൊക്കെ ജീവിച്ച ഒരു തലയിൽ ഒരു അടി ഭസ്മൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ആ തലവേദന കുറഞ്ഞു. പിന്നെ പറഞ്ഞ അയാൾ വെട്ടണ്ട അങ്ങനെ മുന്നോട്ട് അങ്ങനെയാണ് നിർത്തിയത്. അപ്പൊ ഞാന് എന്റെ ഒരു സംശയം കേട്ടോ, സംശയമാണേ. ഇപ്പൊ അന്ന് അങ്ങനെ ഒരു ഇച്ചിരി മുടി വെട്ടിയപ്പോ തലയ്ക്ക് ഭാരം അങ്ങനെയൊക്കെ തോന്നിന്ന് പറഞ്ഞു. ഇതിപ്പം അത്യാവശ്യം നല്ലൊരു ഭാരമില്ലേ? ഇല്ല, ഇത് തോന്നുന്നില്ല ഇങ്ങനെ? നമുക്ക് കാണുമ്പോ ഇങ്ങനെ തോന്നും ഒരു കുറെ ഒരു കിലോ കണക്കിന് ഭാരമുള്ള. അതെയോ? അതിങ്ങനെ ഇപ്പൊ ഇങ്ങനെ വട്ടം കെട്ടി വെക്കുവല്ലേ? അപ്പൊ നമുക്ക് തലയ്ക്ക് ഭാരമൊന്നും നനഞ്ഞിട്ട് അത് ഇപ്പൊ മഴയൊക്കെ ആയാലും ഉണക്കി എടുക്കുന്നത് എങ്ങനെയാ? ഫാനിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലോണം കഴുകി ഇതാക്കും. എടാ നീയാണോ കഴുകുന്നേ? നമ്മുടെ ക്യാമറമാനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവിടത്തെ ക്യാമറമാൻ കേട്ടോ. നമ്മുടെ രാമേട്ടന്റെ തലമുടിയൊക്കെ കഴുകി കൊടുക്കുന്നയാള്. ഡാ ഒരു ഹൈ പറയടാ. നമ്മുടെ നീ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പേരെന്താ? നിതിൻ. എത്രയാണ് പഠിക്കുന്നേ? അതെ, നമ്മുടെ ക്യാമറമാനാണ്. കണ്ടത് എന്നെ സഹായിക്കാൻ ഓടി വന്നതാ. താങ്ക്സ് കേട്ടോ മോനെ. ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഒന്ന് കാണാനും ഒക്കെ പറ്റിയതില് ഒത്തിരി താങ്ക്സ്. എല്ലാരും എന്നെ അറിയും. ആദ്യം ചാനലിട്ട് എല്ലാരും ചോദിക്കും ചോദിക്കും ഇത്രയൊക്കെ മുടി ഉണ്ടോ? അതെ ഇവിടെ കെട്ടി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ അഴിച്ചിട്ട് ആരും കണ്ടിട്ടില്ല. അതാണ്. അപ്പം നമുക്ക് ഇത്രയും നേരം തന്ന രാമേട്ടനും പിന്നെ രാമേട്ടൻ്റെ പെങ്ങൾ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഞാൻ വഴി ചോദിച്ചത് അവരോടാണ്. പുള്ളിക്കാരിനെ പിന്നെ കണ്ടില്ല. പിന്നെ നമ്മുടെ ജിതിൻ കുട്ടനോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നിർത്താം അല്ലേ?